ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. എത്രമാത്രം വിവേചനപരമായിട്ടാണ് കേരളത്തോട് പെരുമാറിയത്. സർ, നമ്മുടെ സംസ്ഥാനം വലിയ ദുരന്തങ്ങൾ നേരിടേണ്ടി വന്നല്ലോ. ഏതെല്ലാം തരം ദുരന്തം? ഓക്കി, 2018 മഹാപ്രളയം, 19 അതിരൂക്ഷമായ കാലവർഷക്കെടുതി, തൊട്ടു പിന്നാലെ കോവിഡ്, ഇപ്പം ഏറ്റവും ഒടുവിൽ മുണ്ടക്കൈ ചൂരൽമല. ഈ എല്ലാ കാര്യങ്ങളും ഒന്ന് എടുത്തു നോക്കിയാൽ ഏതെങ്കിലും ഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് അർഹമായ സഹായം നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് സന്നദ്ധമായോ? അങ്ങേയറ്റം കുറ്റകരമായ നിലപാടല്ലേ സ്വീകരിച്ചത്. ആ കുറ്റകരമായ നിലപാട് സ്വീകരിക്കുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി അതിനെതിരെ നിൽക്കണ്ടേ? കേരളത്തിന്റെ ആവശ്യമില്ലേ? കേരളം തകർന്നു പോകല്ലേ? ആ തകരാതെ രക്ഷിക്കണ്ടേ കേരളത്തെ? എല്ലാവരും കൂടി ഒന്നിച്ച് നിന്നുകൊണ്ടല്ലേ അതിന് ശ്രമിക്കേണ്ടത്. ഏതെങ്കിലും ഘട്ടത്തിൽ നമ്മുടെ പ്രതിപക്ഷത്തിന് നിൽക്കാൻ കഴിഞ്ഞോ? നമ്മുടെ പ്രതിപക്ഷം ആ ഘട്ടത്തിലും സർക്കാരിനെ കുറ്റപ്പെടുത്താനല്ലോ നോക്കിയത്. കേന്ദ്ര ഗവൺമെന്റ് ന്യായങ്ങളോടൊപ്പാണല്ലോ നിന്നത്. നമ്മുടെ പാർലമെന്റിൽ അണിനിരന്നിട്ടുള്ള UDF-ന്റെ MP-മാർക്ക് അവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കേരളത്തിന് വേണ്ടി ശബ്ദിക്കാൻ കഴിഞ്ഞോ? കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, കേരളത്തെ അവഗണിക്കുമ്പോൾ ഇത് ശരിയല്ല എന്ന് പറയാൻ പറ്റിയോ? കേരളത്തിന് അർഹമായത് ചോദിക്കാൻ കഴിഞ്ഞോ? എന്തേ അവരുടെ നാക്ക് അനങ്ങാതിരുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് വരുന്നത്? സർ, ഇത് നമ്മുടെ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട സഹായത്തിൻ്റെ കാര്യമാണെങ്കിൽ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള ഒട്ടേറെ നടപടികളാണല്ലോ കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്ത് നിന്നുണ്ടായത്. അതിലൊന്ന്, നമുക്ക് ഒരു സംസ്ഥാനം എന്ന നിലക്ക് ലഭിക്കേണ്ട കേന്ദ്ര വിഹിതം ന്യായമായത് ലഭിച്ചോ? അർഹതപ്പെട്ടത് നിഷേധിച്ചില്ലേ? ജനസംഖ്യാനുപാതികമായിട്ട് പോലും തന്നില്ലാലോ. ശബ്ദിക്കണ്ടേ? ഈ സംസ്ഥാനത്തുള്ളൊരു മുന്നണി ശബ്ദിക്കാൻ തയ്യാറാകണ്ടേ? സർ, 2016 വരെയുള്ള അനുഭവം എടുത്താൽ 1980 ശേഷം മാറി മാറി അധികാരത്തിൽ വന്നൊരു മുന്നണിയാണല്ലോ ഇത്. അതിന് മുൻപുള്ള കാലം എടുത്താൽ കുറെ അധികം കാലം അധികാരത്തിലിരുന്നൊരു മുന്നണിയാണല്ലോ അത്. ഈ കേരളത്തിൽ നിരവധി കാലം അധികാരത്തിലിരുന്ന ഒരു മുന്നണിക്ക് കേരളത്തിൻ്റെതായ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ പറ്റുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്നില്ല. കേന്ദ്ര ഗവൺമെന്റിനോട് പറയാൻ പറ്റുന്നില്ല. കേരളത്തെ ശ്വാസം മുട്ടിക്കാൻ നോക്കുമ്പോൾ അതിൽ ശബ്ദിക്കുന്നില്ല. സർ, LDF-നോടുള്ള രാഷ്ട്രീയ വിരോധം വെച്ച് നമ്മുടെ സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെ ന്യായീകരിക്കാവൂ? അതിനല്ലേ തയ്യാറായത്? നമ്മുടെ സംസ്ഥാനത്തിന് സ്വാഭാവികമായി എടുക്കാനുള്ള കടം, ആ കടമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം തെറ്റായ കാര്യങ്ങളാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോഴും പ്രചരിപ്പിക്കുന്നത്. നമ്മളെന്തോ ഭീമമായ കടക്കണിയിലാണെന്ന് വരുത്താനാണല്ലോ ശ്രമം. വസ്തുതയാണോ അത്? നുണയല്ലേ അത്? നമ്മുടെ വിഭവശേഷി വെച്ചാൽ, നാം വരുത്തിയ വർധന വെച്ചാൽ നല്ല മികവാർന്ന നിലയിലല്ലേ കേരളം നിൽക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ നമ്മൾ ഭീമമായ കടമുള്ളവരല്ലോ. പക്ഷേ നമ്മുടെ കടം വെട്ടിക്കുറച്ചപ്പോൾ അതിനെതിരെ അക്ഷരം സംസാരിക്കാൻ തയ്യാറില്ല. സംസ്ഥാനത്തിൻ്റെ വിഹിതം സംസ്ഥാനവും കേന്ദ്രവും കൂടി നടപ്പാക്കുന്ന പദ്ധതികളിൽ സംസ്ഥാന വിഹിതം വർദ്ധിപ്പിച്ചപ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ തയ്യാറായോ? കേരളത്തെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഏതെങ്കിലും ഒന്നിൽ ഇവിടെ പ്രതിപക്ഷം കേന്ദ്ര ഗവൺമെന്റിനെതിരെ സംസാരിച്ചോ?